ഹായ് ജോസ്. സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 29 നവംബർ 2024 നടന്ന സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കോറിയോളിസ് ഫോഴ്സ് അഫക്ട് മൂവിംഗ് ഒബ്ജെക്ട്സ് ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് എഫക്ട്? സോ കൊറിയോളിസ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ബാധിക്കുന്ന ഫോഴ്സിനെയാണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കൊറിയോളിസ് ഫോഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യും. മൂവിങ് ഒബ്ജക്റ്റിന്റെ പാത്തിനെ ഡിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിഫ്ലക്ട് എന്നുള്ള ഒറ്റ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം, ഡി ആണ്. ഇനി അർത്തിലാണെങ്കിൽ അത് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ഒബ്ജക്റ്റിനെ ഡിഫ്ലക്ട് ചെയ്യും. എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലേക്കും, സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അത് ലെഫ്റ്റിലേക്കുമാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ റൈറ്റിലേക്കും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ലെഫ്റ്റിലേക്കുമാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. സോ answer option D ആണ്. It deflects the path of moving objects to the right in the northern hemisphere and to the left in the southern hemisphere. Okay. Next question mathematical physics like question ആണ്. The value of beta function beta z1. നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. beta z1. അപ്പം ഇങ്ങനത്തെ സൊല്യൂഷൻസ് മാത്തമാറ്റിക്കൽ ഫിസിക്സിലേക്ക് പോലത്തെ ഇങ്ങനെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. കാരണം അടുത്ത ദിവസം ഡോക്യുമെന്റിന്റെ എക്സാം വരുമ്പോഴേക്കും നമുക്കിത് ഉപകാരപ്പെടും. സോ ഇത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ബീറ്റ z1 ലെറ്റ് ബീറ്റ പി ക്യൂ ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് p-1 ഫാക്ടോറിയൽ q-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p plus q minus 1 ഫാക്ടോറിയൽ. ഇതാണ് ബീറ്റ ഫംഗ്ഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പിക്ക് പകരം എന്ത് കൊടുക്കാം? ഇസഡ് എന്നും ക്യൂവിന് പകരം 1 എന്നും കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഇസഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ, ക്യൂ എന്താണ്? 1 ആണ്. 1 മൈനസ് 1 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ എന്നുള്ള ഫാക്ടോറിയൽ ആണ്, ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് 1 മൈനസ് 1 ഫാക്ടോറിയൽ. 1 മൈനസ് 1 ആകുമ്പോൾ 0 ഫാക്ടോറിയൽ എന്താ? 1 ആണ്. അപ്പൊ എന്ത് വരും? ഇസഡ് മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പ്ലസ് 1 മൈനസ് 1 0 ആയിപ്പോ ഇസഡ് ഫാക്ടോറിയൽ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ജസ്റ്റ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതിനല്ല n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇസഡ് മൈനസ് 1 ഫാക്ടോറിയൽ ആകുമ്പോൾ അതെങ്ങനെ എഴുതാം? ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 3 എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇസഡ് ഫാക്ടോറിയൽ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇൻറ്റു z minus 3 etc. up to 3 into 2 into 1. എന്ത് സംഭവിക്കും? ഇതില് ഇതും ഇത്രയും ടേംസ് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ട്? ഇവിടെ z മാത്രമേ ഉള്ളൂ. സോ 1 by z. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The value of Legendre polynomial p3x is. p3xന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. കാരണം നമുക്ക് Legendre polynomialന്റെ ഇക്വേഷൻ Pn of x is equal to 1 by n factorial 2 raised to n d raised to n by dx raised to n x square minus 1 raised to n. ഇതാണ് Pn of x. അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി? എന്നിന് പകരം 3 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. സോ ഇക്വേഷൻ എങ്ങനെ വരും? P3 of x is equal to 1 by n എത്രയാണ്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 റൈസ് ടു 3 d ക്യൂബ് ബൈ dx റൈസ് ടു 3 x സ്ക്വയർ മൈനസ് 1 റൈസ് ടു 3. ഇതാണ് എന്ത്? നിങ്ങൾക്ക് ഇവിടെ കാണാവോ? px3 is equal to ഇങ്ങോട്ട് മാറ്റി എഴുതണോ? 1 by 3 സ്ക്വയർ
2 raised to 3 d cube by dx cube എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 3 വട്ടം ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ലെജൻഡർ പോളിനോമിയൽ കിട്ടും. സോ 3 വട്ടം ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നില്ല. ഒരു വട്ടം ഞാൻ ഓരോന്നും ഇങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് പറയാം. ഡി ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6x. അത് നിങ്ങൾ ചെയ്ത് നോക്കണേ. 6x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. സോ അതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6x സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഞാൻ സോൾവ് ചെയ്ത് വെച്ച ആൻസർ ആണ് ഈ പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കണം. 24x റൈസ് ടു 4 മൈനസ് 24x സ്ക്വയർ. ഇതിനെ വീണ്ടും ഡിഫറൻഷ്യൽ എടുക്കണം. ഓക്കെ, വീണ്ടും ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. 6x സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് 24x റൈസ് ടു 4 മൈനസ് 24x ക്യൂബ്. ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 120x ക്യൂബ് മൈനസ് 72x ആണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക P3 of എക്സിലേക്ക്. അപ്പൊ P3 of x is equal to 1/3 cube 2 raised to 3. ബാക്കി എന്താണ്? ബാക്കിയുള്ളതിന്റെ ആൻസർ ആണ് 120x ക്യൂബ് മൈനസ് 72x. തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സിന്റെ തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 120x ക്യൂബ് മൈനസ് 72x. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. 2 ക്യൂബ് എന്താണ്? 8 ആണ്. ഇത് 3 ഫാക്ടോറിയൽ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് എന്തിനെ പുറത്തെടുക്കാം? ഇതിന്റെ അകത്തുനിന്ന് കോമൺ എടുക്കാൻ വരുന്നത് നമുക്ക് 24നെ പുറത്തെടുക്കാം. 24നെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയാൽ 120 ഡിവൈഡഡ് ബൈ 24 എത്രയാണ്? 5 ആണ്. സോ എത്ര വരും? 24 ഇൻറ്റു 5x ക്യൂബ് മൈനസ് 72വിൽ നിന്ന് 24 പുറത്തെടുത്ത് കഴിയുമ്പോൾ 3 കിട്ടും. 3x ഡിവൈഡഡ് ബൈ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 8. 24ഉം 8 ഇൻറ്റു 3 24 വെട്ടിപ്പോകും. ബാക്കി എന്തുണ്ട്? 1/2 5x ക്യൂബ് minus 3x. So, answer option 2. At the question, when a pendulum with length L and mass M is attached to a sliding down mass M in a frictionless plane inclined at an angle alpha, what would be the degrees of freedom and number of generalized coordinate? അപ്പൊ എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്തൊക്കെയാണ്? 6ഉം തീറ്റയും. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ കൺസ്ട്രെയിൻ ഏതൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ കൺസ്ട്രെയിൻ ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്യുന്നില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേണം ഇതിന്റെ മോഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേണം? 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ മതി. കാരണം ഇത് പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ മതി. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. സോ ആൻസർ സി. Hamiltonian formulation is logically equivalent to option 1 Lagrangian's first order equation, second Newton's third law of motion, option C Lagrange's second order equation and Newton's second law of motion, D Lagrange's first order equation and Newton's third law of motion. അപ്പൊ നമ്മൾ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ലഗ്രാഞ്ചിനേക്കാളും ഹാമിൽട്ടോണിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ലഗ്രാഞ്ചിന് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. ലഗ്രാഞ്ചിന് എങ്ങനെയാണ്?
d by dt of dou L by dou Qj dot minus d by dL by dqj is equal to qj. ഇങ്ങനെയല്ലേ ജനറലൈസ് ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ വരുന്നത്. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനെ ഫസ്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എനെയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഫോമിൽ ഇങ്ങനെ എഴുതുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ആകുമ്പോഴേക്കും ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്. സോ ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ലോജിക്കലി എന്തിനോടൊക്കെ ഈക്വൽ ആണ്, ലഗ്രാഞ്ചിയന്റെ സെക്കൻഡ് ഓർഡർ ഇക്വേഷനോടും, അതായത് ഈ ഇക്വേഷനോടും പിന്നെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനോടും ഈക്വൽ ആണ്. ഇനി ദ വാല്യൂ ഓഫ് ബെസൽ ഫംഗ്ഷൻ ജി ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് ഇൻ ഹാമിൽട്ടോണിയസ് ജേക്കോബി തിയറി ദ ഫംഗ്ഷൻ എസ് ക്യൂ ടി റെപ്രസെന്റ്സ്, അത് എനിക്ക് തോന്നുന്നത് ആക്ഷൻ ഓഫ് ദ സിസ്റ്റം എന്നാണ്. എസ് എന്ന് പറയുന്നത് ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആക്ഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പൊ നമുക്ക് ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.